ശാന്തി 20-11-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങൾക്ക് ശാന്തിയുടെയും സുഖത്തിൻ്റെയും സമ്പത്ത് നൽകാൻ. നിങ്ങളുടെ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. അതിനാൽ നിങ്ങൾ ശാന്തിക്ക് വേണ്ടി അലയുന്നില്ല. ചോദ്യം: ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ 21 ജന്മങ്ങളിലേക്ക് അക്ഷയ ഖജനാവുകളുടെ തുലാഭാരം നടത്തുവാൻ യോഗ്യരാകുന്നു. എന്തുകൊണ്ട്? ഉത്തരം: കാരണം ബാബ എപ്പോൾ പുതിയ സൃഷ്ടി രചിക്കുന്നു, അപ്പോൾ കുട്ടികളായ നിങ്ങൾ ബാബയുടെ സഹായിയാകുന്നു. തൻ്റെ സർവ്വതും ബാബയുടെ കാര്യത്തിൽ സഫലമാക്കുന്നു. അതിനാൽ ബാബ അതിനുള്ള റിട്ടേണായി 21 ജന്മത്തേക്ക് അക്ഷയ ഖജനാവുകളാൽ നിങ്ങളുടെ തുലാഭാരം നടത്തുന്നു. അതിലൂടെ ഒരിക്കലും ധനവും കുറയുന്നില്ല, ദുഃഖവും വരുന്നില്ല, അകാല മൃത്യുവും ഉണ്ടാകുന്നില്ല. ഗീതം: എനിക്ക് ആശ്രയം നൽകുന്നവനെ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികളെ, ഓമിൻ്റെ അർത്ഥം കേൾപ്പിച്ചു. ചിലരൊക്കെ കേവലം ഓം എന്ന് പറയുന്നു. എന്നാൽ പറയേണ്ടത് ഓം ശാന്തി എന്നാണ്. ഓം എന്ന് മാത്രമാകുമ്പോൾ ഓം ആത്മാവ് എന്നാണ് അർത്ഥം വരുന്നത്. ഓം ശാന്തി എന്നതിൻ്റെ അർത്ഥമാണ് ഞാൻ ആത്മാവ്, ശാന്ത സ്വരൂപമാണ്. നമ്മൾ ആത്മാവാണ്, ഇത് നമ്മുടെ ശരീരമാണ്. ആദ്യം ആത്മാവാണ്, പിന്നീടാണ് ശരീരം. ആത്മാവ് ശാന്ത സ്വരൂപമാണ്. അതിൻ്റെ നിവാസസ്ഥാനം ശാന്തിധാമാണ്. അല്ലാതെ കാട്ടിൽ പോകുന്നതിലൂടെ സത്യമായ ശാന്തി ലഭിക്കുന്നില്ല. സത്യമായ ശാന്തി ലഭിക്കുന്നത് വീട്ടിലേക്ക് പോകുമ്പോഴാണ്. രണ്ടാമതായി, ശാന്തി ആഗ്രഹിക്കുന്നത് അശാന്തി ഉള്ളിടത്താണ്. അശാന്തിയുടെ ഈ ദുഃഖധാമം വിനാശമാകും, പിന്നെ ശാന്തി ഉണ്ടാകും. കുട്ടികളായി നിങ്ങൾക്ക് ശാന്തിയുടെ സമ്പത്ത് ലഭിക്കും. അവിടെ രാജധാനിയിൽ വീട്ടിലോ പുറത്തോ അശാന്തി ഉണ്ടായിരിക്കുന്നില്ല. അതിനെ പറയുന്നത് ശാന്തിയുടെ രാജ്യം എന്നാണ്. ഇവിടെയാണ് അശാന്തിയുടെ രാജ്യം. കാരണം രാവണ രാജ്യമാണ്. അതാണ് ഈശ്വരനാൽ സ്ഥാപിതമായ രാജ്യം. പിന്നെ ദ്വാപരത്തിന് ശേഷം ആസുരീയ രാജ്യം ഉണ്ടാകുന്നു. അസുരന്മാർക്ക് ഒരിക്കലും ശാന്തി ഉണ്ടാകുന്നില്ല. വീട്ടിലും കടയിലും എവിടെയായിരുന്നാലും അശാന്തി തന്നെ അശാന്തിയായിരിക്കും. 5 വികാരങ്ങളാകുന്ന രാവണൻ അശാന്തി പരത്തുന്നു. രാവണൻ എന്തു വസ്തുവാണ്? ഇത് ഏതെങ്കിലും വിദ്വാനോ പണ്ഡിതനോ മറ്റോ അറിയുന്നില്ല. നമ്മൾ വർഷാവർഷം രാവണനെ എന്തുകൊണ്ട് കൊല്ലുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. സത്യയുഗത്തിലും ത്രേതായിലും ഈ രാവണൻ ഉണ്ടായിരിക്കുന്നില്ല. അത് ദൈവിക രാജ്യം തന്നെയാണ്. ഈശ്വരനായ ബാബ ദൈവിക രാജ്യത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു നിങ്ങളിലൂടെ. ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. നിങ്ങൾ മധുരമധുരമായ കുട്ടികൾ ഈശ്വരൻ്റെ സഹായികളാണ്. മുൻപ് രാവണന്റെ സഹായികളായിരുന്നു. ഇപ്പോൾ ഈശ്വരൻ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. പവിത്രത, സുഖം, ശാന്തി ഇവയുടെ സ്ഥാപന ചെയ്യുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചു. സത്യയുഗത്തിലും ത്രേതായിലും ദുഃഖത്തിൻ്റെ കാര്യമില്ല. ആരും അധിക്ഷേപിക്കുകയോ മറ്റോ ചെയ്യുന്നില്ല. മോശമായത് ഭക്ഷിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ നോക്കൂ, എത്ര മോശമായത് ഭക്ഷിക്കുന്നു. ശ്രീകൃഷ്ണന് ഗോക്കൾ വളരെ പ്രിയമായി തോന്നിയിരുന്നു എന്ന് കാണിക്കുന്നു. ശ്രീകൃഷ്ണൻ ഗോക്കളെ മേയ്ക്കുകയോ ഗോക്കളെ പാലിക്കുകയോ ചെയ്തിരുന്നു എന്നല്ല, അങ്ങനെയല്ല. അവിടുത്തെ പശുവും ഇവിടുത്തെ പശുവും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. അവിടെയുള്ള പശുക്കൾ സദോ പ്രധാനവും വളരെ സുന്ദരവുമാകുന്നു. ഏതുപോലെ ദേവതമാർ സുന്ദരമാണോ അതുപോലെ പശുക്കളും. കാണുമ്പോൾ തന്നെ മനസ്സ് സന്തോഷിക്കും. അത് സ്വർഗമാണ്, ഇതാണ് നരകം. എല്ലാവരും സ്വർഗത്തെ ഓർമ്മിക്കുന്നു.
സ്വർഗവും നരകവും തമ്മിൽ പകലിൻ്റെ വ്യത്യാസമുണ്ട്. രാത്രിയിൽ അന്ധകാരമുണ്ടായിരിക്കും, പകൽ പ്രകാശമാണ്. ബ്രഹ്മാവിൻ്റെ പകൽ എന്നാൽ ബ്രഹ്മവംശികളുടെയും പകൽ ആകുന്നു. ആദ്യം നിങ്ങളും ഘോരമായ അന്ധകാരം നിറഞ്ഞ രാത്രിയിലായിരുന്നു. ഈ സമയം ഭക്തിക്ക് എത്ര ഫോഴ്സാണ്! മഹാത്മാക്കളെയും മറ്റും സ്വർണത്തിൽ തുലാഭാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ശാസ്ത്രങ്ങളുടെ വളരെയധികം വിദ്വാനാണ്. അവർക്ക് ഇത്രയും പ്രഭാവമുള്ളത് എന്തുകൊണ്ട്? ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. വൃക്ഷത്തിൽ പുതിയ പുതിയ ഇലകൾ വരുമ്പോൾ സതോ പ്രധാനമാണ്. മുകളിൽ നിന്നും പുതിയ സോൾ വരുമ്പോൾ തീർച്ചയായും അല്പകാലത്തേക്ക് അതിൻ്റെ പ്രഭാവം ഉണ്ടാകുമല്ലോ. സ്വർണം അഥവാ വജ്രങ്ങൾ കൊണ്ട് തുലാഭാരം നടത്തുന്നു. എന്നാൽ ഇതെല്ലാം സമാപ്തമാകാൻ പോകുന്നവയാണ്. മനുഷ്യൻ്റെ അടുക്കൽ എത്ര ലക്ഷങ്ങളുടെ കെട്ടിടമുണ്ട്! നമ്മൾ വളരെ ധനികരാണ് എന്ന് മനസ്സിലാക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ സമ്പന്നത ബാക്കി അല്പം സമയത്തേക്കുള്ളതാണ്. ഇതെല്ലാം മണ്ണിനോട് ചേരും, ചിലരുടേത് പൊടിയിലമരും. ബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. അതിൽ ആര് വിനിയോഗിക്കുന്നുവോ അവർക്ക് 21 ജന്മങ്ങളിലേക്ക് വജ്ര വൈഡൂര്യങ്ങളുടെ കൊട്ടാരം ലഭിക്കും. ഇവിടെയാണെങ്കിൽ ഒരു ജന്മത്തേക്കാണ് ലഭിക്കുന്നത്. അവിടെ നിങ്ങളുടേത് 21 ജന്മം തുടരും. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ ശരീരസഹിതം എല്ലാം ഭസ്മമാകണം. കുട്ടികളായ നിങ്ങൾക്ക് ദിവ്യ ദൃഷ്ടിയിലൂടെ സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. വിനാശമുണ്ടാകും, പിന്നെ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടാകും. നിങ്ങൾക്കറിയാം, നമ്മൾ തൻ്റെ രാജ്യഭാഗ്യം വീണ്ടും സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. 21 തലമുറ രാജ്യം ഭരിച്ചു, പിന്നെ രാവണന്റെ രാജ്യം നടന്നു. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുന്നു. ഭക്തി മാർഗത്തിൽ എല്ലാവരും ബാബയെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കുന്നു എന്ന മഹിമയുമുണ്ട്. ബാബ സുഖത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. പിന്നെ ഓർമ്മിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. നീ മാതാവും പിതാവും. ഇപ്പോൾ ഇതാണെങ്കിൽ തൻ്റെ കുട്ടികളുടെ മാതാവും പിതാവുമാകും. ഇതാണ് പാരലൗകിക മാതാപിതാവിൻ്റെ കാര്യം. ഇപ്പോൾ നിങ്ങൾ ഈ ലക്ഷ്മി നാരായൺ ആകുന്നതിനായി പഠിക്കുന്നു. സ്കൂളിൽ കുട്ടികൾ നന്നായി പാസ്സാകുന്നു എങ്കിൽ പിന്നെ ടീച്ചറിന് സമ്മാനം നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ ആ ഒന്നിന് എന്ത് സമ്മാനം നൽകും? നിങ്ങൾ ആ ഒന്നിനെ തൻ്റെ കുട്ടിയാക്കി മാറ്റുന്നു ജാലവിദ്യയിലൂടെ. ശ്രീകൃഷ്ണന്റെ വായിൽ മാതാവ് വെണ്ണയുടെ ഉരുള കണ്ടതായി കാണിക്കുന്നു. ഇനി ശ്രീകൃഷ്ണനാണെങ്കിൽ ജന്മമെടുത്തത് സത്യയുഗത്തിലാണ്. കൃഷ്ണൻ വെണ്ണയൊന്നും കഴിക്കുകയില്ല. കൃഷ്ണൻ വിശ്വത്തിൻ്റെ അധികാരി തന്നെയാണ്. അപ്പോൾ ഇത് ഏത് സമയത്തെ കാര്യമാണ്? ഇത് ഇപ്പോഴുള്ള സംഗമത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോയി കുട്ടിയാകും, വിശ്വത്തിൻ്റെ അധികാരിയാകും. ക്രിസ്ത്യൻസ് രണ്ടുപേരും പരസ്പരം യുദ്ധം ചെയ്യുന്നു. വെണ്ണ കുട്ടികളായ നിങ്ങൾക്ക് ലഭിക്കുന്നു, രാജപദം ലഭിക്കുന്നുവല്ലോ. അവരാണെങ്കിൽ ഭാരതത്തെ യുദ്ധം ചെയ്യിപ്പിച്ച് സ്വയം വെണ്ണ കഴിച്ചു. ക്രിസ്ത്യൻസിൻ്റെ രാജധാനി 3/4 ഭാഗവും ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ വിട്ടുപോയി. മുഴുവൻ വിശ്വത്തിലും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും രാജ്യം ഭരിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ ഇപ്പോൾ ഈശ്വരീയ സന്താനമായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയും വിശ്വത്തിൻ്റെ അധികാരിയുമാകുന്നു. വിശ്വത്തിൽ ബ്രഹ്മാണ്ടം വരുന്നില്ല. സൂക്ഷ്മവദനത്തിലും രാജധാനിയില്ല. സത്യയുഗം, ത്രേതായുഗം. ഈ ചക്രം ഇവിടെ സ്ഥൂലവദനത്തിൽ ഉണ്ടാകുന്നു. ധ്യാനത്തിൽ ആത്മാവ് എവിടെയും പോകുന്നില്ല. ആത്മാവ് വേർപെട്ട് പോയെങ്കിൽ ശരീരം ഇല്ലാതാകുമായിരുന്നു. ഇതെല്ലാം സാക്ഷാത്കാരമാണ്. അത്ഭുത സിദ്ധികളിലൂടെ ഇങ്ങനെയുള്ള സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. ഇവിടെ ഇരിക്കവേ തന്നെ
വിദേശത്തെ പാർലമെന്റും മറ്റും കാണുവാൻ സാധിക്കുന്നു. ബാബയുടെ കൈകളിൽ പിന്നെ ഉള്ളത് ദിവ്യ ദൃഷ്ടിയുടെ താക്കോലാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ലണ്ടൻ കാണുവാൻ സാധിക്കും. വാങ്ങേണ്ടി വരും വിധത്തിൽ ഉപകരണങ്ങളൊന്നും തന്നെയില്ല. ഡ്രാമ അനുസരിച്ച് ആ സമയം ആ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. അത് ഡ്രാമയിൽ മുൻകൂട്ടി തന്നെ അടങ്ങിയിട്ടുണ്ട്. ഭഗവാൻ അർജുനന് സാക്ഷാത്കാരം കാണിച്ചു കൊടുത്തു എന്ന് കാണിക്കുന്നത് പോലെ ഡ്രാമ അനുസരിച്ച് ആ ഒന്നിന് സാക്ഷാത്കാരം ഉണ്ടാകണമായിരുന്നു. ഇതും അടങ്ങിയിട്ടുണ്ട്. ആരുടെയും മഹത്വമല്ല, ഇതെല്ലാം ഡ്രാമ അനുസരിച്ച് നടക്കുന്നതാണ്. കൃഷ്ണൻ വിശ്വത്തിൻ്റെ പ്രിൻസ് ആകുന്നു, അതായത് വെണ്ണ കിട്ടുന്നു. വിശ്വം എന്ന് എന്തിനെയാണ് പറയുന്നത്? ബ്രഹ്മാണ്ടം എന്ന് എന്തിനെയാണ് പറയുന്നത്? ആരും അറിയുന്നില്ല. ബ്രഹ്മാണ്ടത്തിൽ നിങ്ങൾ ആത്മാക്കൾ നിവസിക്കുന്നു. സൂക്ഷ്മവതനത്തിൽ പോകുന്നതും വരുന്നതും സാക്ഷാത്കാരവും മറ്റുമെല്ലാം ഈ സമയം ഉണ്ടാകുന്നു. പിന്നീട് 5000 വർഷം സൂക്ഷ്മവതനത്തിൻ്റെ പേരുണ്ടായിരിക്കുന്നില്ല. ബ്രഹ്മദേവതായ നമഃ എന്ന് പറയുന്നു. പിന്നെ പറയുന്നു ശിവപരമാത്മായ നമഃ. അപ്പോൾ ഏറ്റവും ഉയർന്നതായല്ലോ. ആ ഒന്നിനെ ഭഗവാൻ എന്ന് പറയുന്നു. ആ ദേവതമാർ മനുഷ്യരാണ്, എന്നാൽ ദൈവിക ഗുണങ്ങളുള്ളവരാണ്. അല്ലാതെ 4-8 കൈകളുള്ള മനുഷ്യർ ഉണ്ടായിരിക്കുന്നില്ല. അവിടെയും 2 കൈകളുള്ള മനുഷ്യർ തന്നെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ സമ്പൂർണ്ണ പവിത്രമാണ്. അപവിത്രതയുടെ കാര്യമില്ല. അകാല മൃത്യു ഒരിക്കലും ഉണ്ടാകുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ആത്മാക്കൾ ഈ ശരീരത്തിലൂടെ ബാബയെ കാണട്ടെ. കാണപ്പെടുന്നത് ശരീരമാണ്. പരമാത്മാവിനെ അഥവാ ആത്മാവിനെ കാണുവാൻ സാധിക്കില്ല. ആത്മാവിനെയും പരമാത്മാവിനെയും അറിയുവാൻ കഴിയുന്നു. കാണുന്നതിന് വേണ്ടി പിന്നെ ദിവ്യ ദൃഷ്ടി ലഭിക്കുന്നു. മറ്റെല്ലാ വസ്തുക്കളും ദിവ്യ ദൃഷ്ടിയിലൂടെ വലുതായി കാണപ്പെടും. രാജധാനി വലുതായി കാണപ്പെടും. ആത്മാവാണെങ്കിൽ ബിന്ദുവാണ്. ബിന്ദുവിനെ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുകയില്ല. ആത്മാവാണെങ്കിൽ വളരെ സൂക്ഷ്മമാണ്. വളരെയധികം ഡോക്ടേഴ്സ് ആത്മാവിനെ പിടികൂടുന്നതിന് ശ്രമിക്കുന്നു. പക്ഷേ ആർക്കും അറിയുവാൻ സാധിക്കുന്നില്ല. അവരാണെങ്കിൽ സ്വർണത്തിൻ്റെയും വജ്രങ്ങളുടെയും തുലാഭാരം നടത്തുന്നു. നിങ്ങൾ ജന്മജന്മാന്തരങ്ങളിലേക്ക് പദം പതിയാകുന്നു. നിങ്ങൾക്ക് ബാഹ്യമായ ഷോ അല്പം പോലുമില്ല. സാധാരണ രീതിയിൽ ഈ രഥത്തിലിരുന്ന് പഠിപ്പിക്കുന്നു. ആ ഒന്നിൻ്റെ പേര് ഭാഗീരഥൻ എന്നാണ്. ഇതാണ് പതീതവും പഴയതുമായ രഥം. ഇതിൽ ബാബ വന്ന് ഉയർന്നതിലും ഉയർന്ന സർവീസ് ചെയ്യുന്നു. ബാബ പറയുന്നു, എനിക്ക് സ്വന്തമായ ശരീരമില്ല. ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരവും പ്രേമത്തിൻ്റെ സാഗരവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സമ്പത്ത് നൽകും? മുകളിൽ നിന്നുമല്ല നൽകുന്നത്. പ്രേരണയിലൂടെ പഠിപ്പിക്കുമോ? തീർച്ചയായും വരേണ്ടി വരുമല്ലോ. ഭക്തി മാർഗത്തിൽ എന്നെ പൂജിക്കുന്നു. സർവർക്കും പ്രിയമായി തോന്നുന്നു. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ചിത്രങ്ങൾ പ്രിയമായി തോന്നുന്നു. അവരുടെ ശരീരത്തെ ഓർമ്മിക്കുന്നു. ആത്മാവ് അവിനാശിയാണ്. അത് പോയി മറ്റൊരു ജന്മമെടുത്തു. എന്നാൽ വിനാശി ചിത്രത്തെ ഓർമ്മിക്കുന്നു. അത് ഭൂതപൂജയായല്ലോ. സമാധി ഉണ്ടാക്കി അവരിൽ പുഷ്പങ്ങളും മറ്റും ഇരുന്ന് അർപ്പിക്കുന്നു. ഇതാണ് സ്മാരകം. ശിവന്റെ എത്ര ക്ഷേത്രങ്ങളുണ്ട്? ഏറ്റവും വലിയ സ്മാരകം ശിവന്റേതാണല്ലോ. സോമനാഥ ക്ഷേത്രത്തിൻ്റെ മഹിമയുണ്ട്. മുഹമ്മദ് ഗസ്നി വന്ന് കൊള്ളയടിച്ചിരുന്നു. നിങ്ങളുടെ അടുക്കൽ ഇത്രയും ധനമുണ്ടായിരുന്നു. ബാബ കുട്ടികളായ നിങ്ങളെ രത്നങ്ങൾ കൊണ്ട് തുലാഭാരം നടത്തുന്നു. സ്വയം തുലാഭാരം നടത്തിക്കുന്നില്ല. ഞാൻ ഇത്രയും ധനവാനാകുന്നില്ല, നിങ്ങളെ ആക്കുകയാണ്. അവരെയാണെങ്കിൽ ഇന്ന് തുലാഭാരം നടത്തുന്നു, നാളെ മരിച്ചു പോകുന്നു. ധനമൊന്നും ഉപയോഗത്തിൽ വരില്ല. നിങ്ങൾക്കാണെങ്കിൽ ബാബ അക്ഷയ ഖജനാവുകളുടെ തുലാഭാരം ചെയ്യുന്നു.
അത് 21 ജന്മം കൂടെ ഉണ്ടായിരിക്കും. അഥവാ ശ്രീമത്തനുസരിച്ച് നടക്കുകയാണെങ്കിൽ അവിടെ ദുഃഖത്തിൻ്റെ പേരില്ല, ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുന്നുമില്ല, മരണത്തെ ഭയക്കുകയില്ല. ഇവിടെ എത്ര ഭയക്കുന്നു, കരയുന്നു, അവിടെ എത്ര സന്തോഷമുണ്ടാകുന്നു, പോയി പ്രിൻസാകും എന്ന്. ജാലവിദ്യക്കാരൻ, കരാറുകാരൻ, രത്നാകരൻ, ഇതെല്ലാം ശിവപരമാത്മാവിനെയാണ് പറയുന്നത്. നിങ്ങൾക്കും സാക്ഷാത്കാരം കാണിച്ചു തരുന്നു, ഇങ്ങനെ പ്രിൻസാകും. ഈയിടെ ബാബ സാക്ഷാത്കാരത്തിൻ്റെ പാർട്ട് അവസാനിപ്പിച്ചു. നഷ്ടമുണ്ടാകുന്നു. ഇപ്പോൾ ബാബ ജ്ഞാനത്തിലൂടെ നിങ്ങളുടെ സദ്ഗതി ചെയ്യുന്നു. നിങ്ങൾ ആദ്യം സുഖധാമത്തിലേക്ക് പോകും. ഇപ്പോഴാണെങ്കിൽ ദുഃഖധാമമാണ്. നിങ്ങൾക്കറിയാം, ആത്മാവ് തന്നെയാണ് ജ്ഞാനം ധാരണ ചെയ്യുന്നത്. അതിനാൽ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവിൽ തന്നെയാണ് നല്ലതും മോശവുമായ സംസ്കാരം ഉള്ളത്. ശരീരത്തിലായിരുന്നുവെങ്കിൽ ശരീരത്തോടൊപ്പം സംസ്കാരം ഭസ്മമാകണമായിരുന്നു. നിങ്ങൾ പറയുന്നു, ശിവബാബ, നമ്മൾ ആത്മാക്കൾ ഈ ശരീരത്തിലൂടെ പഠിക്കുന്നു. പുതിയ കാര്യമാണല്ലോ. ആത്മാക്കളായ നമ്മളെ ശിവബാബ പഠിപ്പിക്കുന്നു. ഇത് ഉറപ്പിച്ച് ഓർമ്മിക്കൂ. ആ ഒന്ന് നമ്മൾ ആത്മാക്കളുടെ എല്ലാം അച്ഛനുമാണ്, ടീച്ചറുമാണ്. ബാബ സ്വയം പറയുന്നു, എനിക്ക് സ്വന്തം ശരീരമില്ല, ഞാനും ആത്മാവാണ്. പക്ഷേ എന്നെ പരമാത്മാവ് എന്ന് പറയുന്നു. ആത്മാവ് തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. പിന്നെ ശരീരത്തിനാണ് പേര് മാറുന്നത്. ആത്മാവ് തന്നെയാണ്. ഞാൻ പരമാത്മാവ്. നിങ്ങളെപ്പോലെ പുനർജന്മം എടുക്കുന്നില്ല. ഡ്രാമയിൽ എൻ്റെ പാർട്ട് തന്നെ ഇങ്ങനെയാണ്. അത് ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഈ ഒന്നിനെ ഭാഗ്യശാലി രഥം എന്ന് പറയുന്നു. ഇദ്ദേഹത്തെ പഴയ ചെരുപ്പ് എന്നും പറയുന്നു. ശിവബാബയും പഴയ ലോങ് ബൂട്ടാണ് അണിഞ്ഞിരിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ആദ്യം ഇദ്ദേഹമാകുന്നു തത്വം, അത് നീയാകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ യുവാക്കളാണ്. എന്നേക്കാൾ കൂടുതൽ പഠിച്ച് ഉയർന്ന പദവി നേടേണ്ടതാണ്. എന്നാൽ എൻ്റെ കൂടെ ബാബയുണ്ട്. അപ്പോൾ എനിക്ക് ഓരോ നിമിഷവും ആ ഒന്നിൻ്റെ ഓർമ്മ വരുന്നു. ബാബ എൻ്റെ കൂടെ ഉറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ബാബയ്ക്ക് എന്നെ ആശ്ലേഷിക്കുവാൻ സാധിക്കില്ല. നിങ്ങളെ ആശ്ലേഷിക്കുന്നു. നിങ്ങൾ ഭാഗ്യശാലികളാണ്. ശിവബാബ ഏതൊരു ശരീരത്തെ ലോണായി എടുത്തിരിക്കുന്നോ നിങ്ങൾക്ക് അതിനെ ആശ്ലേഷിക്കുവാൻ സാധിക്കും. ഞാൻ എങ്ങനെ ആശ്ലേഷിക്കും? എനിക്കാണെങ്കിൽ ഈ ഭാഗ്യവുമില്ല. അതിനാൽ നിങ്ങളാണ് ഭാഗ്യ നക്ഷത്രങ്ങളായി പാടപ്പെട്ടിട്ടുള്ളത്. കുട്ടികൾ എപ്പോഴും ലക്കിയാണ്. ബാബ പൈസ കുട്ടികൾക്കാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ലക്കി നക്ഷത്രങ്ങളായല്ലോ. ശിവബാബയും പറയുന്നു, നിങ്ങൾ എന്നേക്കാൾ ലക്കിയാണ്. നിങ്ങളെ പഠിപ്പിച്ച് വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ഞാൻ ആകുന്നില്ല. നിങ്ങൾ ബ്രഹ്മാണ്ടത്തിൻ്റെയും അധികാരിയാകുന്നു. പിന്നെ എൻ്റെ അടുക്കൽ കൂടുതലായി ദിവ്യദൃഷ്ടിയുടെ താക്കോലുണ്ട്. ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. നിങ്ങളെയും മാസ്റ്റർ ജ്ഞാനസാഗരമാക്കുന്നു. നിങ്ങൾ ഈ മുഴുവൻ ചക്രത്തെയും അറിഞ്ഞ് ചക്രവർത്തി, മഹാരാജ, മഹാറാണിയാകുന്നു. ഞാൻ ആകുന്നില്ല. വൃദ്ധരാകുമ്പോൾ പിന്നെ കുട്ടികൾക്ക് ബിൽ എഴുതി സ്വയം വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു. മുൻപ് അങ്ങനെയാണ് നടന്നിരുന്നത്. ഇക്കാലത്ത് കുട്ടികളിൽ മോഹം ഉണ്ടായിരിക്കുന്നു. പാരലൗകിക പിതാവ് പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് കുട്ടികളായ നിങ്ങളെ മുള്ളുകളിൽ നിന്നും പുഷ്പവും വിശ്വത്തിൻ്റെ അധികാരിയുമാക്കി പകുതി കൽപ്പത്തേക്ക് സദാ സുഖമുള്ളവരാക്കി ഞാൻ വാനപ്രസ്ഥത്തിൽ ഇരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും ശാസ്ത്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നില്ല. സന്യാസിമാർ ശാസ്ത്രങ്ങളുടെ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ബാബയാണെങ്കിൽ
ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. സ്വയം പറയുന്നു, ഈ വേദശാസ്ത്രങ്ങളും മറ്റുമെല്ലാം ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രിയാണ്. ജ്ഞാനസാഗരൻ ഞാൻ തന്നെയാണ്. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ കണ്ണുകൾ കൊണ്ട് ശരീരസഹിതം എന്തെല്ലാം കാണപ്പെടുന്നുവോ ഇവയെല്ലാം ഭസ്മം ആകേണ്ടവയാണ്. അതിനാൽ തൻ്റെ സർവ്വതും സഫലമാക്കണം. ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടുന്നതിനായി പഠിക്കണം. സദാ തൻ്റെ ഭാഗ്യത്തെ സ്മൃതിയിൽ വച്ച് ബ്രഹ്മാണ്ടത്തിൻ്റെയും വിശ്വത്തിൻ്റെയും അധികാരിയാകണം. വരദാനം: ആഹാ ഡ്രാമ ആഹാ എന്ന സ്മൃതിയിലൂടെ അനേകരുടെ സേവനം ചെയ്യുന്ന സദാ പ്രസന്നരായി ഭവിക്കട്ടെ. ഈ ഡ്രാമയിലെ ഏതൊരു സീൻ കാണുമ്പോഴും ആഹാ ഡ്രാമ ആഹാ എന്ന സ്മൃതി ഉണ്ടായിരിക്കുമെങ്കിൽ ഒരിക്കലും ഭയപ്പെടുകയില്ല. കാരണം ഡ്രാമയുടെ ജ്ഞാനം ലഭിച്ചു. വർത്തമാന സമയം മംഗളകാരി യുഗമാണ്. ഇതിൽ ഏതെല്ലാം ദൃശ്യം മുന്നിൽ വരുന്നുവോ അതിൽ മംഗളം നിറഞ്ഞിരിക്കുകയാണ്. വർത്തമാന സമയത്ത് മംഗളം കാണപ്പെട്ടില്ലെങ്കിൽ പോലും അടങ്ങിയിട്ടുള്ള മംഗളം ഭാവിയിൽ പ്രത്യക്ഷമാകും. അപ്പോൾ ആഹാ ഡ്രാമ ആഹാ എന്ന സ്മൃതിയിലൂടെ സദാ പ്രസന്നമായിരിക്കും. പുരുഷാർത്ഥത്തിൽ ഒരിക്കലും ഉദാസീനത വരികയില്ല. സ്വതവേ തന്നെ താങ്കളിലൂടെ അനേകരുടെ സേവനം നടന്നുകൊണ്ടിരിക്കും. സ്ലോഗൻ: ശാന്തിയുടെ ശക്തി തന്നെയാണ് മനസാ സേവനത്തിൻ്റെ സഹജ ഉപാധി. എവിടെ ശാന്തിയുടെ ശക്തിയുണ്ടോ അവിടെ സന്തുഷ്ടത ഉണ്ട്. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. എത്രത്തോളം അവ്യക്ത ലൈറ്റ് രൂപത്തിൽ സ്ഥിതി ചെയ്യുമോ അത്രയും ശരീരത്തിൽ നിന്നും ഉപരിയായിരിക്കുന്നതിൻ്റെ അഭ്യാസം ഉള്ളത് കാരണം അഥവാ 2-4 മിനിറ്റ് പോലും അശരീരിയായി മാറുകയാണെങ്കിൽ 4 മണിക്കൂർ വിശ്രമിച്ചതുപോലെയായിരിക്കും. നിദ്രയ്ക്ക് പകരം 4-5 മിനിറ്റ് അശരീരിയായി മാറുകയും ശരീരത്തിന് വിശ്രമം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം വരും. ലൈറ്റ് സ്വരൂപത്തിൻ്റെ സ്മൃതിയെ ശക്തമാക്കുന്നതിലൂടെ കണക്കുകൾ സമാപ്തമാക്കുന്നതിലും ലൈറ്റ് രൂപമാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ആത്മാവാണ് എന്ന സങ്കല്പത്തിൽ ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ഉയർന്ന സ്ഥിതി എന്നെ ഉപരാമമാക്കുന്നു. ഈ ദേഹത്തിലിരിക്കെ ഉപരാമ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹവും ദേഹിയും രണ്ടാണെന്ന വ്യക്തമായ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വേറിട്ടതും പ്രിയപ്പെട്ടതുമായ സ്ഥിതിയുടെ അനുഭവം എന്നെ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്നും ഉപരാമമാക്കുന്നു. സുഖവും ശാന്തിയുമാകുന്ന സ്വധർമ്മത്തിൽ എന്നെ സഹജമായി സ്ഥിതി ചെയ്യിക്കുന്നു.
ഈ വേറിട്ട സ്ഥിതിയിലൂടെ എനിക്ക് സഹജമായി ഒരു സെക്കൻഡിൽ ബിന്ദു രൂപമായി മാറാൻ സാധിക്കുന്നു. ബിന്ദു രൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ഈ ബിന്ദു രൂപസ്ഥിതി എന്നിൽ സഹജമായി ബിന്ദു രൂപനായ ബാബയുടെ സ്മൃതി വരുത്തുകയാണ്. അതിവേറിട്ടതും പ്രിയപ്പെട്ടതുമായ ബിന്ദു രൂപമായ ബാബയുടെ സന്താനമാണ് ഞാൻ എന്ന നിശ്ചയപൂർണ്ണ സ്മൃതി എന്നിൽ ബാബയിലേക്ക് ഒരു അലൗകിക ആകർഷണവും നിസ്സീമമായ സ്നേഹവും വരുത്തുന്നു. ഈ ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനുമായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ ആത്മശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്. ബിന്ദുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്കും ഈ അനുപമമായ ശാന്തിയുടെ പ്രകാശബീജികൾ വ്യാപിപ്പിക്കുകയാണ്.